ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു തമിഴ്നാട് തക്കാളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വാളൻപുളി ഇല്ലേ, അത് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ സൈസിലെടുത്തിട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സോക്കാവും കേട്ടോ. നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൺകലത്തിൽ തന്നെയാണ് കേട്ടോ രസം ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്യാം. തമിഴ്നാട് സ്റ്റൈൽ ആയതുകൊണ്ട് അവർ മോസ്റ്റ്ലി നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഓക്കെ. നല്ലെണ്ണ ചൂടായി വരുമ്പം 1 സ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുകെല്ലാം പൊട്ടി അതിലെ എസൻസ് നല്ലെണ്ണയിൽ മിക്സ് ആവണം. അപ്പോഴാണ് ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഒരു നുള്ള ഉലുവയും ഇച്ചിരി കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസിലുള്ള തക്കാളി സ്ലൈസ് ചെയ്തോ ചോപ്പ് ചെയ്തോ പൂരിയായിട്ടോ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. നന്നായി കുക്കാവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി അവിടെ കുക്കാവുന്ന ടൈമിൽ കുറച്ച് മസാലാസ് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇടിക്കല്ലിലേക്ക് 10 കുരുമുളക്, 1 സ്പൂൺ ജീരകവും ആഡ് ചെയ്ത് ഫസ്റ്റ് ചതച്ചെടുക്കാം. ദെൻ 4 വെളുത്തുള്ളിയുടെ അല്ലിയും കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്ത് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രസം പല റീജിയനിലും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ തക്കാളി രസം, ഗാർലിക് രസം, പെപ്പർ രസം, പരിപ്പ് രസം, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത മിക്സ് ആഡ് ചെയ്യാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ രസം ഫോറിനേഴ്സ് വിളിക്കുന്നത് എന്താണെന്നറിയോ? സൗത്ത് ഇന്ത്യൻ ഹെർബൽ സൂപ്പ് എന്നാണ് കേട്ടോ. അത്രയ്ക്കും ഹെൽത്തി ആയതുകൊണ്ടാണ്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർ മല്ലിയിലേക്ക് പകരം മല്ലിപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, മല്ലിയിലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പൊടികളുടെ പച്ചമണം മാറിയാൽ നേരത്തെ സോക്ക് ചെയ്ത പുളിയുടെ പൾപ്പും ഇച്ചിരി വെള്ളം ചേർത്ത് ആഡ് ചെയ്യാം. പുളി ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ പുളി ആഡ് ചെയ്യണമെന്നില്ല. പകരം ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തോ 1 സ്പൂൺ വിനീഗറോ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. തക്കാളിയുടെ പുളിയാണ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് കുറുകി വന്നോട്ടെ. ചിലർ പുളി ആഡ് ചെയ്താലേ തിളപ്പിക്കാറില്ല കേട്ടോ. എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പം ചൂടുവെള്ളം 2-3 ഗ്ലാസ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഈ ടൈമിൽ ഒരു പിഞ്ച് കായം പൊടി ആഡ് ചെയ്യാം. ഒന്നുകൂടെ തിളച്ച് വരുമ്പം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, തക്കാളി രസം റെഡിയാണ്. ചൂട് ചോറും രസവും മുതിര ഉപ്പേരിയോ കൂർക്ക ഉപ്പേരിയോ ആണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ
നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.